പാന്റ് വരെ ഊരി കേട്ടോ, പാന്റ് വരെ ഊരിയിട്ടാണ് ഫുള്ള് ചെക്ക് ചെയ്തത്. മാഹിൻ പലതും ഒളിച്ചു കിടക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാഹിൻ സൈഡ് വരുമ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്ത്. മാഹിനസ് എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, ഒരു ട്രാവൽ വ്ളോഗർ ഉണ്ട്. പുള്ളിക്കാരനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇസ്രയേലിൽ നിന്നും കാണാതായി, പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ടൊരു അറിവില്ല എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. മാഹിന്റെ സ്റ്റോറി ഞാൻ കയറി നോക്കിയപ്പോൾ അതിനകത്തൊരു വീഡിയോ മാഹിൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന മാഹിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇസ്രയേലിൽ വെച്ച് കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു തലക്കെട്ടും വാർത്തയൊക്കെ മാഹിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇപ്പോൾ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അതിനുശേഷം വിശദമായ രീതിയിൽ മാഹിൻ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്, എന്താണ് മാഹിന് സംഭവിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ മാഹിന് ഇസ്രയേലുണ്ട്, ഇസ്രയേലിൽ ഇപ്പം യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ്, അവിടേക്ക് മാഹിൻ പോയിട്ടുണ്ട്. മാഹിൻ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ ഐപ്പോള്ളിക്കാടും പോകുന്ന കണ്ടു. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇസ്രയേലിൽ പോകുന്നുണ്ട്, ട്രാവൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരം എന്നുള്ള രീതിയിൽ ഇപ്പോഴും ആൾക്കാർ പോകുന്നു. യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വിനോദസഞ്ചാരത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവിടെ ചെല്ലുന്ന ആൾക്കാരെ അവർ കൂടുതൽ ചെക്ക് ചെയ്യും. സ്വാഭാവികമാണ്, യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യും. അത് മാഹിൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാകുമ്പോൾ കൂടുതൽ സമയം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ചാറ്റുകളും അല്ലെങ്കിൽ എന്താണ് ഏതാണ് എന്നറിയാനുള്ള ആ രാജ്യത്തിന്റെ അവകാശമാണ്, അതിനകത്തൊന്നും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മാഹിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അവിടെ ചെക്ക് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്, കാരണം അവരുടെ രാജ്യത്തിന്റെ സേഫ്റ്റി അത് വലിയ കാര്യമാണ് അവർക്ക്, പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ മാഹിൻ അവിടെ 3-4 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിനായിട്ട് കമന്റ് ബോക്സിൽ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എനിക്ക് അതിനകത്ത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് കുറച്ച് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട് മാഹിന്റെ വീഡിയോസ് അല്ലെങ്കിൽ മാഹിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, അത് ഞാൻ പറയാം. ഇപ്പൊ എന്താണ് മാഹിന് സംഭവിച്ചത് എന്നുള്ളത് മാഹിൻ തന്നെ ഒരു കുറിപ്പ് ഇപ്പൊ എഴുതിയിട്ടുണ്ട്. മാഹിൻ എസ് യാത്രികൻ, നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. എന്നെ കാണാതായതിൽ പലർക്കും ആശങ്കയിലാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എപ്പോഴും എന്നെ ഓർക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷവാനാണ്. ഞാൻ എന്ന മാഹിൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ഒരിക്കൽ പോലും ആ മുസ്ലിങ്ങളെ വ്യത്യസ്തനായി കണ്ടിട്ടില്ല. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എൻ്റെ യാത്രകളിൽ സ്ഥിരമായി ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ തങ്ങുകയും അവരുടെ ആചാരങ്ങളിൽ ഇടപഴകുന്നതുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് കുറച്ച് നാളുകളായി ഞാൻ വർഗീയവാദിയും തീവ്രവാദിയും സുഡാപ്പിയുമായിട്ടാണ് പലരും എന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിളിക്കാറുള്ളത്. ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയ പല അമുസ്ലിങ്ങളും യാത്രക്കാരും എങ്ങനെ അവിടുത്തെ ഭരണകൂടത്തെ വിശേഷിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ഞാനും അവരെ വിശേഷിപ്പിച്ചത്. നല്ലത് കണ്ടത് നല്ലതെന്നും മോശമായി കണ്ടത് മോശമാണെന്നും പറഞ്ഞപ്പോഴും മറ്റ് മുസ്ലിങ്ങൾ ബ്ലോഗർമാരെ ഒഴിച്ച് എന്നെ മാത്രം തീവ്രവാദി എന്ന് മുദ്രകുത്താൻ മലയാളികൾ മടി കാണിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ എത്തിയ ഞാൻ അതുപോലെ അവിടെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്ത് പറയുകയുണ്ടായി. ഇതിനിടയിൽ എൻ്റെ ഒരു വീഡിയോ അബദ്ധവശാൽ ജൂത ജട്ടി എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. കുറച്ച് സമയമെടുത്തു ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയെങ്കിൽ പോലും എന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോയുമായി രംഗത്തെത്തി. ഞാനൊരു മുസ്ലിമാണെന്നും എന്റെ നാമം മാഹിൻ ആയതിനാൽ തന്നെ ഒരു തീവ്രവാദിയുമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വളരെയധികം മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി. ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യാത്രകളിൽ ഭക്ഷിക്കുന്ന KFC എന്ന ബ്രാൻഡ് എത്രത്തോളം ഒരു രാജ്യത്തിന് പുരോഗതിക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്ത് നമ്മൾ എടുക്കുന്ന ഓരോ വിസിറ്റിംഗ് വിസയുടെ പങ്കും സുഡാനിൽ ആർമിക്ക് എതിരെ യുദ്ധം ചെയ്യുന്ന റാപ്പിഡ് ഫോഴ്സിന് ഉപകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കാത്ത പലരും എന്നെ KFC ഇസ്രയേൽ കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്രമിച്ചു. KFC കഴിക്കരുതെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും വളച്ചൊടിച്ചുമൊക്കെ അദ്ദേഹം വീഡിയോയിൽ പങ്കുവച്ചു. അതിൽ വന്ന പല കമന്റുകളും തികച്ചും എന്നെ എങ്ങനെയെങ്കിലും ഇസ്രയേൽ ജയിലിൽ അടയ്ക്കണമെന്ന രീതിയിലായിരുന്നു. ഇസ്രയേൽ ജോലി ചെയ്യുന്ന പല മലയാളികൾക്കും എന്നെ കിട്ടിയാൽ അവർ തല്ലണം എന്നൊക്കെ എഴുതി ചേർത്തത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കലും ഇസ്രയേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കുറ്റം പറയാൻ ഇറങ്ങിയതല്ല ഞാൻ. എന്റെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ പങ്കുവെക്കാൻ മാത്രമാണ്. സൗദിയിലും ഒമാനിലും ഇറാനിലും ഒക്കെ പോയി അവിടെ അനുഭവിച്ച സ്വർഗരതി ആക്രമണത്തെ പറ്റി ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ആക്രമിക്കാത്ത പലരും ഞാൻ ഇസ്രയേൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ആക്രമിക്കാൻ വരികയാണ്. ഞാൻ ഇനി ഇവിടെയുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവച്ചാൽ ഇവിടെയുള്ള ഇസ്രയേൽ ചില മലയാളികൾ തന്നെ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ പിന്നീട് വീഡിയോ ഇടാൻ മുദ്രാടുത്തിരുന്നത്. എന്നിരുന്നാലും എന്നെ അനിയനെ പോലെ കണ്ട് എന്നോടൊപ്പം സമയം ചെലവഴിച്ചതും ഫോൺ മുഖേന നമ്മുടെ ഇടങ്ങളിലേക്ക് ക്ഷണിച്ച് പല മലയാളികളും ഇസ്രയേലിലുണ്ട്. ഇസ്രയേലിലെ മലയാളികളെ പേടിയോടെ ഇപ്പോൾ നോക്കിക്കാണുമ്പോഴും എന്നോട് സ്നേഹം കാട്ടിയ അവരോട് മറ്റ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഒരു മുസ്ലിം ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ
അവനെ സുഡാപ്പി എന്നും ഒരു ഹിന്ദു നാമധാരി നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏതെങ്കിലും നല്ല കാര്യത്തെ പറ്റി സംസാരിച്ചാൽ അവനെ സംഖ്യ എന്നും മുദ്ര കുത്തുന്നു. ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമന്റുകൾ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കുറിപ്പ് മാഹിൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇനി അവിടെ ഇസ്രായേലിൽ വെച്ചുള്ള വീഡിയോസ് ഇനി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ മാഹിനുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തെ പറ്റി സംസാരിക്കാൻ നേരത്തെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ അതിനകത്ത് മാഹിൻ നേരത്തെ തന്നെ ഒരു ഫലസ്തീൻ അനുകൂല നിലപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയും KFC ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചിലപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ KFC പോലുള്ള ഫുഡൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് പണം എത്തും, അതുകൊണ്ട് ഇതൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതേ മാതൃകയിലൊക്കെ ഈ ഇസ്രായേലിലേക്ക് പണം എത്തുമെന്നൊക്കെയാണെന്ന് തോന്നുന്നു മാഹിനും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാഹിൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്? മാഹിൻ വർക്ക് ചെയ്യുന്നത് ഒരു ജൂതന്റെ കീഴിലാണ്, മനസ്സിലായില്ലേ? മെറ്റ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, മെറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതിനകത്താണ് ഈ മാഹിൻ ഇൻസ്റ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഇരട്ടത്താപ്പുകൾ, ഒരു സൈഡ് വരിവുകൾ, ഒരു ഇച്ചിരി സ്പിരിറ്റ് ഒക്കെ മാഹിനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം പ്രതികരിക്കുന്ന ഒരു മാഹിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒക്ടോബർ 7 നടന്നതും അല്ലെങ്കിൽ ഇസ്രയേലിൽ കുട്ടികളും അല്ലെങ്കിൽ ഹോസ്റ്റേജ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം മാഹിന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഹോസ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടുത്തെ ഇസ്രയേലിൽ അത് നടക്കാൻ നേരത്ത് ആരാണ് ഇവരെ ഹോസ്റ്റേജ് ആക്കിയെന്ന് എന്താണ് മാഹിൻ സംസാരിക്കാത്തത്? അപ്പോൾ മാഹിൻ പലതും ഒളിച്ചു കിടത്തുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാഹിൻ അത്ര ക്ലിയർ ആണെന്നോ അല്ലെങ്കിൽ ഒരു സെൻറ്ററിലൂടെ പോകുന്ന ആളാണെന്നോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു സൈഡ് വരും മാഹിൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ മാഹിൻ്റെ വീഡിയോയ്ക്കകത്ത് പലപ്പോഴും ഒരു സൈഡ് വലിവ്, ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മാഹിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാഹിൻ ഫലസ്തീന് വേണ്ടി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിലും ഈ കുട്ടികളുണ്ടെന്നും അവിടെ ഈ ഒക്ടോബർ 7 എന്താണ് സംഭവിച്ചതെന്നും അതിനെപ്പറ്റി മാഹിൻ സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ രണ്ടിനും പറ്റി പറയുള്ളൂ. ഈ യാത്രികൻ രണ്ടിനെ പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡിനെ പറ്റി പറയാൻ നേരത്ത് അവിടേക്ക് പണം എത്തുന്നു, അതുകൊണ്ട് നമ്മൾ ഇത് കഴിക്കണമെന്നൊക്കെ ചോദിക്കുന്ന മാഹിൻ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ആരുടെ കീഴിലാണ്? അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇരട്ടത്താപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ ഇസ്രയേലിൽ പോയിട്ടുണ്ട്, അവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മാഹിനെ മാത്രം എന്താണ് ആൾക്കാർ വിമർശിക്കുന്നത്? അപ്പോൾ മാഹിൻ്റെ ഭാഗത്തുനിന്നും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാഹിന് എത്രയോ വീഡിയോ ഫലസ്തീനെ പറ്റി ചെയ്തു. ഒരു പ്രാവശ്യമെങ്കിലും ഒക്ടോബർ 7 നടന്നതിനെ പറ്റി, അവിടുത്തെ മനുഷ്യരെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നു കുറച്ച് ആൾക്കാർ, അല്ലേ? മാഹിൻ അറിയാമല്ലോ ഹോസ്റ്റേജ് ആയിട്ട് ആരുടെ കീഴിലാണ് ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്, എന്നുകൂടി എന്താണ് മാഹിൻ അവിടെ പറയാത്തത്? അവിടെ പലപ്പോഴും മാഹിൻ ചില കാര്യങ്ങൾ വിഴുങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാര്യത്തെ പറ്റി പറയാൻ നേരത്തെ രണ്ട് സൈഡും സംസാരിക്കാതെ എങ്ങനെയാണ് അത് പൂർണ്ണമാകുന്നത്? അപ്പം കമന്റ് ഇടുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാഹിനെ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.